പരിപ്പ് വട തിന്നാൻ പ്രത്യേക രസമാണ്. അതും തടിയൊന്നുമില്ലാതെ നല്ല സ്ലിം ബ്യൂട്ടി ആയിട്ടുള്ള പരിപ്പ് വട. വാ, മിക്സിയുടെ ചെറിയ ജാറിലോട്ട് മല്ലിച്ചപ്പ്, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ട് നന്നായി ഒന്ന് ചതച്ചു കൊണ്ടുവരിക. ഇതാ ഈ പരുവത്തിൽ. ഇനി അതിലോട്ട് കഴുകി വൃത്തിയാക്കിയ പരിപ്പ് വെള്ളമൊന്നുമില്ലാതെ അങ്ങോട്ടിട്ട് അതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരിക. ചെറിയൊരടി. ഓക്കെ, ഇതാ ഈ പരുവത്തിൽ. ഇനി ഒരു ബൗളെടുത്ത് മല്ലിയില, ഉള്ളി, ചെറുതായി മുറിച്ച ഉള്ളിയും ആ പരിപ്പും പിന്നെ മുളക് പൊടി, ഗരം മസാല, ഉപ്പ് എല്ലാം ഇട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. വെള്ളം തീരെ പാടില്ല കേട്ടോ ഇതിൽ. ഇതാ ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് കൈകൊണ്ടാക്കി ഒരു പ്രസ് ചെയ്യുക. നല്ല ചെറുതായിട്ട് പരത്തി കൊടുത്താൽ മതിയേ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാൻ. നമുക്ക് ഫ്രൈ ചെയ്യാം. ഓയിൽ ചൂടാക്കി അതിലോട്ട് ഫ്രൈ ചെയ്യണം. നോക്കി ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ റെസിപ്പി ഉണ്ടല്ലോ എൻ്റെ വൈഫിൻ്റെ റെസിപ്പിയാണ്. അവൾ പരിപ്പട ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കയറിയിട്ട് ഉണ്ടാക്കുന്നതാണ്. റെസിപ്പിയൊക്കെ അവൾ തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ ഇങ്ങനെ റെഡി ആയിരിക്കുന്നു. ഇതാ നോക്കിയേ, ഇത് തിന്നാനുണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കട്ടൻ ചായയോ, എനിക്ക് പാൽ ചായയാണ് ഇഷ്ടം. പാൽ ചായൻ്റെ കൂടെ അങ്ങ് അടിച്ച് മാറി മക്കളെ. നോക്കിയേ, നല്ല സ്ലിം ബ്യൂട്ടി ആയിട്ടുള്ള പരിപ്പ് ഇവിടെ. ഞാൻ പൊട്ടിച്ച് നോക്കണ്ടേ? വാ, അകത്തൊക്കെ ശരിക്കും വന്നിട്ടുണ്ടാവും. എപ്പടി